Hello dear students, welcome to third lecture of regression. In this lecture, we are going to discuss the problems relating with regression equation. The first two lectures we discuss a theme, what is a regression and types of the regression equation. And basically two categories of the regression equations, y on x and x on y. And we're discussing the problems relating with this regression equation. Okay, just recollect the equations of the regression. The first equation is y on x. The y on x is representing is a byx. And how to find out the equation of the byx? So y minus y bar equal to byx into x minus x bar. And you first find the byx or b. How to find out the byx or b is n into sigma xy minus sigma x into sigma y divided by n into sigma x square divided by sigma x all square. That is a formula for calculating the byx. Suppose in certain situation covariance expressed, byx can be found out with help of the covariance. Byx equal to covariance of xy divided by the variance of x, that is a sigma square x. This means standard deviation square. And normally the general equation നമുക്കറിയാം ഒരു ജനറൽ ഇക്വേഷൻ y on x ന്റെ ജനറൽ ഇക്വേഷൻ ഇപ്പോൾ y ഈക്വൽ ടു എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് y ഈക്വൽ ടു ax plus b. ഈ ഫോർമാറ്റിലായിരിക്കും നോർമലി ഒരു y on x ന്റെ ഇക്വേഷൻസ് വരാം. ദെൻ a ഈസ് റെപ്രസെന്റിംഗ് byx. ഇവിടെ വരുന്ന എലമെന്റ് എന്താണോ അതാണ് അതിന്റെ byx. ഇപ്പൊ നോർമൽ ഇക്വേഷൻസ് y on x ന്റെ ഇക്വേഷൻസ് ആണെങ്കിൽ y ഈക്വൽ ടു എന്നാണ് എക്സ്പ്രസ് ചെയ്ത് എഴുതുക. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് x on y. x on y ഈസ് റെപ്രസെന്റിംഗ് bxy. വാട്ട് ഇസ് ഇക്വേഷൻ ഓഫ് കർവ്? So x minus x bar equal to bxy into y minus y bar. And what is a bxy or b? Bxy n into sigma xy minus sigma x into sigma y divided by n into sigma y square minus y sigma y whole square. That's the formula for the bxy. Suppose covariance expressed, bxy equal to covariance of xy divided by variance of y. That means sigma square y. നമുക്കറിയാം x on y ആണ്. അപ്പൊ x ഈക്വൽ ടു എന്താണ് x on y യുടെ ഇക്വേഷൻസ് റെപ്രസെന്റ് ചെയ്യുക? x ഈക്വൽ ടു a y പ്ലസ് b. നോർമലി ഇതാണ് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് ഇവിടെ വരുന്ന എലമെന്റ് എന്തായിരിക്കും? അതായിരിക്കും എന്റെ bxy. a is representing here the bxy. നോർമൽ ഇക്വേഷൻസ് ഒക്കെ x ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് വരാം. അപ്പൊ രണ്ട് ഇക്വേഷൻസ് ആണ് y on x ഉം x on y. നമ്മൾ എപ്പോഴും ഈ ഇക്വേഷൻ ഓഫ് കർവ്സ് ആണ് കൂടുതലായിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ ഓഫ് കർവ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരാം. byx ഇക്വേഷൻ ഓഫ് കർവ് ആൻഡ് bxy ഇക്വേഷൻ ഓഫ് കർവ്. ഇതാണ് നമ്മൾ identify ചെയ്യേണ്ടതായിട്ട് വരാം. Okay, let us discuss the first problem. This is the first problem. From the following data of value x and y, find the regression equation of y on x. നിങ്ങൾ ഡാറ്റ തന്നിരിക്കുകയാണ്, എക്സ് സീരീസും വൈ സീരീസും പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. വൈ ഓൺ എക്സിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഡാറ്റ എക്സ് ഈക്വൽ ടു എക്സ് എന്തൊക്കെയാണ്? 2 3 4 5 6, വൈ 3 5 4 8 9. ഇങ്ങനെയാണ് നമുക്ക് എക്സും വൈ ഡാറ്റ തന്നിട്ടുള്ളത്. നമുക്കറിയാം ഫസ്റ്റ് യു ഫൈൻഡ് ഔട്ട് ദ വൈ ഓൺ എക്സ്. വൈ ഓൺ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അർത്ഥം വൈ ഓൺ എക്സ്, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. ദാറ്റ് ഇസ് byx. byx ആണ് നമ്മൾ കണ്ടുപിടിക്കുക. വൈ ഓൺ എക്സ് റെപ്രസെന്റിംഗ് ദ by. ദിസ് വൈ ഓൺ എക്സ് റെപ്രസെന്റിംഗ് byx. ഓക്കെ, ആൻഡ് byx ആണ് കണ്ടുപിടിക്കും. വാട്ട് ഇസ് ഇക്വേഷൻ? byx ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ റിഗ്രഷൻ ഇക്വേഷൻ. വാട്ട് ഇസ് ഇക്വേഷൻ? y minus y bar equal to byx into x minus x bar. That's the equation of the y on x. അപ്പോൾ നമുക്കിവിടെ സോൾവ് ചെയ്യാൻ y bar ഐഡന്റിഫൈ ചെയ്യണം, x bar ഐഡന്റിഫൈ ചെയ്യണം, byx ഐഡന്റിഫൈ ചെയ്യണം. The first you find out the byx എന്നെ കണ്ടുപിടിക്കാം. n into sigma xy minus sigma x into sigma y divided by n into sigma square x square minus sigma x whole square. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? byx. അപ്പം ഫസ്റ്റ് എപ്പോഴും byx കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഏത് bxy ആണ് byx ആണ് ആണെങ്കിൽ അതാണ് ആദ്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോർമലി എക്സ് സീരീസ് ഉണ്ട്, വൈ സീരീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കോറിലേഷൻ കാണാൻ പറയാം. എക്സ് ഫൈൻഡ് ഔട്ട് സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ എക്സ് വൈ. എക്സ് ഈസ് ടു 2 3 4 5 6, 2 3 4 5 6, and y 3 5 4 8 9, 3 5 4 8 9, 3 5 4 8 9, 3 5 4 8 9.
Okay, the sigma x is 20. The sigma x is 20. Sigma y is 29. Sigma x square ആണ് ആവശ്യം because formula x square is very important. Sigma x square is very important. The find sigma x square. The 2 square 4 3 9 up to 6 36. Sigma x square is 90. And sigma xy is one of the important parameters. Sigma xy and the sigma x 2 into 3 6 3 into 5 15 6 into 9 54. The sigma xy is a 131. So already find out the sigma x, sigma y, sigma x square, sigma xy, and just substitute the equation n into sigma xy, n into sigma xy. n നമുക്കറിയാം എത്രയാണ് n 1 2 3 4 5 6 1 2 3 4 5 5 1 2 3 4 5. Question okay, 1 2 3 4 5 1 2 3 4 5. That means n is 5. Then n is 5 into sigma xy. Sigma xy is 131 minus sigma x into sigma y. Sigma x 20 into 29 divided by n into n is 5 into sigma x square. Sigma x square is 90. Sigma x is 9 minus sigma x all square. Sigma x is 20 all square. Just substitute 655 minus 580 divided by 450 minus 400 75 divided by 50. You are the byx is representing 1.50. അപ്പോൾ നമുക്ക് ഫസ്റ്റ് byx കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇക്വേഷൻ ആദ്യത്തെ നമ്മൾ byx ആണ് കണ്ടുപിടിച്ചത്. And just find y ബാറും കിട്ടണം x ബാറും കിട്ടണം. y bar sigma x ഉണ്ട് sigma y ഉണ്ട്. Sigma x is a 5. Sorry, sigma x is 20, sigma y is 29. So how to find a sigma x? At x bar sigma x by n. Sigma x is the 20 divided by n is a 5 is a 4. Then sigma y 29 divided by 5, that's a 5.8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിഗ്മ എക്സ് ഉണ്ട് സിഗ്മ വൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കാൻ സാധിക്കും. സിഗ്മ എക്സ് ബാർ is 4 and y bar is 5.8. And substitute the equation. Y minus y bar is a 5.8 equal to byx. by 1.50 by 1.50 into x. X is always x minus x bar is 4, and substitute y minus 5.8 equal to 1.50x minus 1.5 into 4 minus 6, and that means y. അപ്പോൾ നമ്മൾ എപ്പോഴും y equal to എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇക്വേഷൻ എഴുതുക y on x ന്റെ ഇക്വേഷൻ എപ്പോഴും നമ്മൾ എഴുതുക y equal to എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുക. ബിക്കോസ് y on x നോർമൽ ഇക്വേഷൻ നമ്മൾ y equal to എന്ന് പറഞ്ഞ് എഴുതണം. ഇക്വേഷനൊക്കെ നമ്മൾ y equal to എന്ന് പറഞ്ഞ് എഴുതണം. അപ്പോൾ നമ്മളിവിടെ കിട്ടിയിരിക്കുന്ന ഡാറ്റ വെച്ച് y ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. y equal to 5.8 അങ്ങോട്ട് മീൻസ് മൈനസ് 5.8 അങ്ങോട്ട് മുമ്പ് പ്ലസ് 5.8 അപ്പുറത്തേക്ക് പോയി. ദെൻ 1.56 അപ്പുറത്ത് തന്നെയാണ്. ദെൻ ഓട്ടോമാറ്റിക്കലി മൈനസ് 6. The y equal to 1.5x minus 0.2. That is the equation of the y on x. ഇതാണ് y on x ന്റെ ഇക്വേഷൻ. അപ്പോൾ y on x ന്റെ ഇക്വേഷൻ എപ്പോഴും y equal to എന്ന് പറഞ്ഞ് നമ്മൾ എഴുതണം. x on y ആണെങ്കിൽ x equal to എന്ന് പറഞ്ഞു തരണം. So y equal to 1.5x minus 0.2. Okay, that is the equation of the y on x. ഇതാണ് y on x ന്റെ ഇക്വേഷൻസ്. ഇനി നമ്മൾ ആ ഇക്വേഷനൊക്കെ നോക്കിയാൽ നമുക്കറിയാം ജനറൽ ഇക്വേഷൻ y equal to ax plus b ആണ്. y equal to ax plus b. y equal to ax plus b ആണ്. a എന്ന് പറഞ്ഞ എലമെന്റ് byx ആയിരിക്കും. ഇപ്പോൾ ഇക്വേഷനോടെ വന്നിട്ട് നോക്കി ഇതിനെ കാണാൻ സാധിക്കും നമുക്ക് y equal to ax plus ഈ ഫോർമാറ്റ് ആണ് കിടക്കുന്നത്. ഇവിടെ മൈനസ് ആയിരുന്നുള്ളൂ. y equal to ax plus b. അതിന്റെ പകരം ഇവിടെ y equal to 1.50x minus 0.2. അപ്പോൾ ഇവിടെ കിടക്കുന്ന എലമെന്റ് എന്താണ്? അതായിരിക്കും എൻ്റെ byx എന്ന് പറയാം. ഇവിടെ കിടക്കുന്ന എലമെന്റ് 1.5 ആണ്. 1.5 തന്നെയായിരിക്കും byx ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്യുമ്പോൾ 1.5 തന്നെയാണ് അതിന്റെ byx. അപ്പോൾ ഇക്വേഷനിൽ എക്സുമായി കറസ്പോണ്ട് ചെയ്ത് കിടക്കുന്നത് എന്താണോ അതായിരിക്കും അതിന്റെ byx. ഇവിടെ y equal to x plus ഇതാണ് നോർമൽ ആയിട്ടൊരു ഇക്വേഷന്റെ ഫോർമാറ്റ്. ഇവിടെ കിടക്കുന്ന എലമെന്റിനെയാണ് നമ്മൾ byx എന്ന് പറയാം. ഇവിടെ y equal to 1.5x minus 0.2 ആണ്. അപ്പോൾ ഇവിടെ കിടക്കുന്ന എലമെന്റ് അതായിരിക്കും അതിന്റെ byx എന്ന് പറയുന്നത് 1. അങ്ങനെ നമുക്ക് കൗണ്ടർ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നോർമൽ ഇക്വേഷൻ എന്താണ്? y equal to 1.5x minus 0.2. Okay, so once again നമ്മൾ ചെയ്യേണ്ടത് the first you identify the equations. What is the equation y on x? Y minus y bar equal to byx into x minus x bar, and find out the byx. N into sigma xy minus sigma x into sigma y divided by n into sigma x square minus sigma x all square.
and find out the byx, sigma x, sigma y, sigma x square, sigma xy, and substitute the equation, get the byx is 1.50, and after that sigma x, sigma y, sorry, x bar and the y bar mean കണ്ടുപിടിക്കണം. x bar y bar വളരെ ഇമ്പോർട്ടൻ്റ്. x bar y bar നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. and substitute y minus 5.8 equal to 1.5 into x minus 4. so substitute, we get the equation y equal to 1.5x 50x minus 0.2. ഇതാണ് നോർമലായിട്ട് വരുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ കിടക്കുന്ന ഭാഗത്തെ പറഞ്ഞ പേരാണ് byx. y equal to x plus പിന്നെ ഇവിടെ y equal to 1.5x minus 0.2 ആണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഭാഗം ഇതായതിൻ്റെ byx. ദാറ്റ്സ് byx എന്ന് പറയുന്നത് 1.50 ആണ് നമ്മുടെ byx. ദാറ്റ്സ് എ നോർമൽ മീൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ആ എക്സുമായി കറസ്പോണ്ട് ചെയ്ത് കിടക്കുന്നത് എന്താണോ അതായിരിക്കും അതിൻ്റെ byx. ഇവിടെ എക്സുമായി കറസ്പോണ്ട് ചെയ്ത് 1.5 ആണ്. 1.5 ആയിരിക്കും നോർമലി അതിൻ്റെ byx. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1.5 തന്നെയാണ് അതിൻ്റെ byx ആയിട്ട് വരാം. ഓക്കെ, നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഡാറ്റ വാല്യൂ of x and y find the equation of x on y. ഇപ്പോൾ നേരെ തിരിച്ചായി ഇവിടെ x on y ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. This x series 5 6 7 3 2 y 4 5 8 2 1. so this normal data x ഉം y തന്നിരിക്കുകയാണ്. x on y നമുക്കറിയാം ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും, x minus x bar എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. വാട്ട്സ് ഇക്വേഷൻ ഓഫ് x on y? x minus x bar equal to bxy into y minus y bar. ചെറിയൊരു ചേഞ്ച് വരുന്നുള്ളൂ. എക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുക, എക്സിന്റെ എക്സ് ഓൺ വൈ, എക്സ് മൈനസ് എക്സ് ബാർ. നമുക്ക് ആദ്യം ബി എക്സ് വൈ കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. മൗലിക ഭാഗ്യം സെയിം തന്നെ, ബി വൈ എക്സ് ഡിവൈഡ് ബൈ താഴെ വരുമ്പോൾ അത് വൈ ആയിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ താഴെ രണ്ടാമത്തെ വൈ ആണെങ്കിൽ താഴെ രണ്ടാമത്തെ. ഇവിടെയാണെങ്കിൽ അത് നോർമലി എക്സ് ആണ് വരുന്നത്, ബി വൈ എക്സിന് എക്സ് ആണ് വരാം, ആൻഡ് എക്സ് ഓൺ വൈക്ക് നോർമലി വരാം വൈ ആണ്. എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. Then find out the sigma x, sigma y square. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, the series x 5 6 7 3 2 5 6 7 3 2, then y 4 5 8 2 1 4 5 8 2 1, and sigma x 23, sigma y 23, sorry sigma x 23 and sigma y is 20, and sigma y square ആണ് വളരെ ഇമ്പോർട്ടൻ്റ് എലമെന്റ്. y square that is a 4 16, then 1 1, the 110. sigma xy 5 into 4 20, 3 2 into 1 is 2, so the total is 114. okay, then n 1 2 3 4 5, n is the 5 1 2 3 4 5. then substitute n into 5 into sigma xy, sigma xy is a 114 minus sigma x 20 into 23 into 20 divided by n into sigma y square is the 110 minus sigma y all square 20 square. okay, there's a 110 divided by 150, there is a byx, that's a b point 0.73. this is a bxy. okay, that's a bxy ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. b is the 0.73. ഓക്കെ, അപ്പോൾ ബി എക്സ് വൈ ഇല്ല, നമ്മൾ ബി എക്സ് വൈ നമ്മൾ ആദ്യം കണ്ടു, മീൻസ് ഇതൊരു ഇക്വേഷൻ ബി എക്സ് വൈ ആണ് ഫസ്റ്റ് കണ്ടുപിടിച്ചത്. ബി എക്സ് വൈ നമ്മൾ ഇക്വേഷൻ വെച്ചുകൊണ്ട് ബി എക്സ് വൈ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് എക്സ് ബാർ ആൻഡ് വൈ ബാർ. എക്സ് ബാർ സിഗ്മ എക്സ് 23 ഡിവൈഡ് ബൈ 5, സിഗ്മ വൈ ബാർ 20 ഡിവൈഡ് ബൈ 5. 4.6ഉം 4 ആണ് നമുക്ക് വരുന്നത്. എക്സ് ബാർ 4.6ഉം വൈ ബാർ 4 ആണ് വരുന്നത്. ഇക്വേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ വൈ മൈനസ് വൈ ബാർ. എക്സ് മൈനസ് എക്സ് ബാർ 4.6 equal to bxy 0.73 into y minus y bar is 4. substitute x minus 4.6 equal to 0.73y minus 2.92. therefore x equal to x equal to 0.73y. ഇതിനെ അങ്ങോട്ടും പ്ലസ് ആയിട്ട് പ്ലസ് 46 മൈനസ് 2.92. x equal to 0.73 പ്ലസ് 1.68. ഇതാണ് നമുക്ക് വരുന്ന നോർമൽ ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് ദ curves. ഇതിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു കൊണ്ട് വരാം. നമുക്കറിയാം എപ്പോഴും എക്സ് ഓൺ വൈഡ് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു തന്നെ, എക്സ് ഈക്വൽ ടു എ വൈ പ്ലസ് ബി എന്നാണ് നമ്മൾ നോർമലി പറയാറ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് ഈക്വൽ ടു എ വൈ അല്ലെ, എക്സ് ഈക്വൽ ടു എക്സ് ഓൺ വൈ എക്സ് ഈക്വൽ ടു എ വൈ പ്ലസ് ബി. അപ്പൊ എ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ബി എക്സ് വൈ ആയിരിക്കും, അതിന്റെ ലോജിക്കാണ്. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവിടെ അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ആൻസർ വരുന്നത്. എക്സ് ഈക്വൽ ടു അല്ലേ എ വൈ ദാറ്റ്സ് 0.73y പ്ലസ് 1.68. എ ഈസ് റെപ്രസെന്റ് ഇവിടുത്തെ എ എന്ന് പറഞ്ഞ ബി എക്സ് വൈ ആണ്, ഇവിടുത്തെ എ എന്ന് പറഞ്ഞ 0.73 ആണ്. സോ ബി എക്സ് വൈ ഇസ് 0.73. ഇതാണ് നോർമൽ ഇക്വേഷൻ നടക്കുന്നത്. എക്സ് ഈക്വൽ ടു 0.73y
പ്ലസ് 1.68. അപ്പോൾ ഇവിടെ വൈയുമായിട്ട് കറസ്പോണ്ട് കിടക്കുന്നതായിരിക്കും അതിൻ്റെ BXY. 0.73 തന്നെയാണ് അതിൻ്റെ BXY ആയിട്ട്. കൗണ്ടർ ചെക്ക് ചെയ്യുമ്പോൾ ശരിയാണ്, 0.73 തന്നെയാണ് ഇത് BXY ആയിട്ട് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻസ്, സോൾവിങ് ഓഫ് ഇക്വേഷൻ. വൺ ഈസ് x on y, another one is y on x. So first discuss y on x. Y on x, y minus y bar, also byx. And equation y minus y bar equal to byx into x minus x bar. First find the byx n into sigma xy minus sigma x and sigma y divided by n into sigma x square minus sigma x whole square. Suppose covariance ആണ് നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ജനറൽ ഇക്വേഷൻ ഓർമ്മയിലേക്ക് byx ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും y ഈക്വൽ ടു എന്ന ഫോമിലാണ് എൻ്റെ ഇക്വേഷൻസ് നമ്മൾ എഴുതാം. ഇതിൻ്റെ എക്സുമായി കറസ്പോണ്ട് ചെയ്യുന്ന ടീം എന്തായിരിക്കും, അതായിരിക്കും എൻ്റെ byx. ആൻഡ് x on y, the bxy. x minus x bar equal to bxy into y minus y bar. To first find the bxy or b n into sigma xy minus sigma x into sigma y divided by n into sigma y square minus sigma y whole square. ഓക്കെ, കോവേരിയൻസ് ആണെങ്കിൽ ഇവിടെ വേരിയൻസ് ഓഫ് y ആണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഇക്വേഷൻ x on y ആണ്. അപ്പോൾ x ഈക്വൽ ടു പറഞ്ഞു വരാം. അപ്പോൾ y-യുമായിട്ട് കറസ്പോണ്ട് കിടക്കുന്നത് അത് ആയിരിക്കും അവിടുത്തെ എൻ്റെ bxy. ഈ നോർമൽ ഇക്വേഷൻ നമ്മൾ ഓർമ്മയിൽ വെക്കണം. ഓക്കെ, ആൻഡ് this is the first question. The calculate the equation of, find the regression equation of y on x ആണ് കണ്ടുപിടിച്ചത്. y on x നമുക്ക് കിട്ടി y ഈക്വൽ ടു 1.5x മൈനസ് 0.2 ആണ്. അപ്പോൾ അതിൽ ഇതാണ് എൻ്റെ ഇക്വേഷൻ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ എക്സുമായി കറസ്പോണ്ട് ചെയ്ത് കിടക്കുന്നത് എന്തായിരിക്കും, അതായിരിക്കും എൻ്റെ byx. സോ byx 1.5. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ യു അത് x on y നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ x ഈക്വൽ ടു 0.73 പ്ലസ് 1.68. അപ്പോൾ വൈയുമായിട്ട് കറസ്പോണ്ട് കിടക്കുന്നത് എന്തായിരിക്കും, അതായിരിക്കും എൻ്റെ BXY. 0.73 is the BXY. കൗണ്ടർ ചെക്ക് ചെയ്താൽ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദിസ് ടു ഇക്വേഷൻ, വൺ ഈസ് x on y, another one is y on x. Y on x stands for the byx and x on y stands for the BXY. So first you find the equational curve. The equational curves x on y, x on x minus x bar equal to BXY into y minus y bar. Y on x, this is y minus y bar equal to byx into x minus x bar. അപ്പോൾ ആ ഒരു ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് നോർമൽ ഇക്വേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, ദിസ് ഇസ് ടു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ റിലേറ്റിംഗ് വിത്ത് യുവർ ദ റിട്ടേഷൻ. എനിവേ, താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മീ.